ഇത്രയും വലിയ കത്തി എന്തിനാ സംഭവം? ഇതുകൊണ്ടാണ് നമ്മൾ ചെത്തുന്നത്. കൊലയ്ക്ക് വണ്ണ കൂടുതലാണുള്ളപ്പോൾ നമ്മളെ പിച്ചാത്തി കണക്കത്തെ സാധനമൊന്നും പറ്റത്തില്ല. കൊലയെല്ലാം എടുക്കുന്ന കരുവി ഇത് പോത്തിന്റെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നെയ്യ് നിറയ്ക്കും. നെയ്യ് നിറക്കുന്ന കള്ളിന് വീര്യം കിട്ടാനും കള്ള് വീഴാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് കുടുക്ക. ഇതിൻ്റെ അകത്താണ് നമ്മൾ പുറകിൽ ഇട്ടുകൊണ്ട് കയറി കള്ള് ഊറ്റി ഒഴിക്കുന്നതിൻ്റെ അകത്തൊന്നാണ്. ഇതാണ് മുരുക്കി കത്തി തേക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കുടുക്കയിലാണ് ചെളി തെങ്ങ തേക്കാനുള്ള ചെളി ഉപയോഗിക്കുന്നത്. കല്ലി പൊട്ടി പൊടിയാക്കും. ആദ്യം ഒരു തെങ്ങ് കിട്ടുമ്പോൾ ആദ്യം അതിന്റെ കൊല ആയാൻ നോക്കണം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഇത് മെയിനായിട്ട്. കൊല വന്ന തെങ്ങ് നമ്മൾ ചെത്താൻ കയറുമ്പോൾ തന്നെ ആദ്യം വെച്ച് കെട്ടുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ഇട്ടാണ് കൂടുതലും കെട്ടുന്നത്. പ്ലാസ്റ്റിക് ഇട്ട് കെട്ടാൻ നേരത്ത് അത് ഒരുപാട് നാളത്തേക്ക് നിലനിൽക്കും. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ തെങ്ങ് വൃത്തിയാക്കുക എന്നുള്ളത്. ക്ലീൻ ചെയ്ത് ചെല്ലി ഉണ്ടാകുന്ന നോക്കണം. കറക്റ്റായിട്ട് കൊല ചായ എന്നിട്ട് തിരിക്കിടുക. ഇതാണ് തിരിക്കിടുക എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് കൊല പൊട്ടിപ്പോകാതിരിക്കണം നമ്മൾ തല്ലുമ്പോൾ. ഇത് കരിവി. ഈ കരിവി കൊണ്ട് തല്ലാൻ നേരത്ത് ഇതിനെ കണ്ണു കൊള്ളല്ലെന്ന് പറയും. എന്ന് പറഞ്ഞ ഈ സൈഡ് കൊള്ളല് കൊണ്ടു കഴിഞ്ഞാൽ കൊല പൊട്ടിപ്പോയി. അഥവാ എങ്ങനെ അടിക്കൊണ്ട് പൊട്ടിപ്പോയാൽ തന്നെ വിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ തിരിക്കെടുക്കുന്നത്. അവിടെ കണ്ടില്ലായിരുന്നു കൊല പ്ലാസ്റ്റിക് ഇട്ട് കെട്ടിയിട്ട്. അതാണ് സംഭവം. 3 ദിവസം നമ്മൾ അടിപ്പിച്ച് പിന്നെ കൊല തല്ലി. 4 സൈഡും തല്ലണം. വയർ ഫാൻ 2, മുതൽ ഫാൻ 2. ആ 4 സൈഡും ഒരേപോലെ തരണം. നാല് സൈഡും തല്ലി 3-ാമത്തെ ദിവസം നമ്മൾ മുറിക്കും. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് കൊല താങ്ങോല വെച്ച് കെട്ടി വളയോല ഇട്ട് മാട്ട ഇടുന്നു. ഇപ്പൊ ഇട്ട് നോക്കും നമ്മള്. വാവണ്ണം കറക്റ്റായ ടൈറ്റാ. അതിനകത്തൊരു സാധനം കയറത്തില്ല. ഇപ്പൊ നമ്മള് ഇതിന്റെ ഇവിടെ ചെളി തേക്കും. ചെളി തേച്ച് വേണം ഓല വലിക്കുക. ഇതിന്റെ ഈ വരണ്ട ഇത് അടയണം ചെളി കയറി. അല്ലെങ്കിൽ നമ്മള് ഓല വലിച്ചാലും അത് ആ വിടവിൽ കൂടെ കള്ളറിങ്ങി താഴത്തോട്ട പോകത്തുള്ളൂ. ഇത് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച ഓലയെ വലിക്കാൻ വേണ്ടി തലേ ദിവസമൊക്കെ ചെത്തി അങ്ങ് വെച്ചേക്കും. അപ്പോൾ വാടിയിരിക്കും. മറ്റേ പച്ചയാകുമ്പോൾ അപ്പം തന്നെ എടുത്ത് വലിക്കുമ്പോൾ ചിലത് പൊട്ടിപ്പോവും. ഒറ്റോല വലിക്കുന്നവരുണ്ട്, 2 ഓല വലിക്കുന്നവരുണ്ട്. വലിച്ച് നമ്മൾ വയർ ഭാഗത്ത് കൊണ്ടുവരണം. ഇതാ വയറെന്ന് പറഞ്ഞ ഭാഗം. ഇത് കത്തിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും. കത്തിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പൊട്ടാതെ. കത്തി ഇങ്ങനെ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ പൊട്ടിയാൽ കറക്റ്റ് നെഞ്ചിട്ടാണ് കത്തി കയറുന്നത്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നാക്കോല. ഇത് ഓല വലിക്കുന്നതിൻ്റെ ഗ്യാപ്പ് അടയാനായി ചെളി കേൾക്കുന്നത്. വലിക്കാൻ ചെയ്യുന്നതാണ്. കള്ള് തെളിയുകയും ചെയ്യും. അതുപോലെ ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല തെങ്ങാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ പിന്നെ ഒഴുകാൻ തുടങ്ങും. വാറൊഴുകാന്ന് പറയും കൊലയിൽ. കള്ള് വീഴുന്നുണ്ട്. കള്ള് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാട്ടത്തുള്ളു. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് കള്ള് വന്ന് മാട്ടത്തിലേ കറക്റ്റായിട്ട് വീഴത്തുള്ളൂ. ഇതണ്ട മാട്ടം ഇടുക. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ കള്ള് കിട്ടാൻ തുടങ്ങും. പിന്നെ ഇതിന് വലിയ വീര്യമൊന്നുമില്ല. കള്ളിൽ നല്ല മധുരമാണ്, കുടിക്കാൻ സുഖമാണ്. അങ്ങനെയാണ് ആ കള്ളിന്റെ രീതികൾ പോകണം. അല്ല പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. 3 നേരം നമ്മൾ പിന്നെ തൊഴിൽ ചെയ്യണം, വൃത്തിയായിരിക്കണം. അതാണ് മെയിൻ. 3 നേരം കാരണം ഒരിക്കലും മുടങ്ങാൻ പാടില്ല. പിന്നെ സാമ്പത്തികം കുറവാണ്, അതേ ഉള്ളൂ. ഈ ഫീൽഡിലേക്ക് ആരും വരാത്തതിന്റെ മെയിൻ കാര്യം അതാണ്. 1 ലിറ്ററിന് നമുക്ക് നമുക്ക് ഇവിടെ ഷാപ്പിൽ കൊടുക്കാൻ നേരത്തെ ഇപ്പൊ 80-84 രൂപയോളം 1 ലിറ്ററിന് കിട്ടും. അത് നമുക്കൊരു 5 ലിറ്റർ വരെ കിട്ടുള്ളൂ. അവിടുന്ന് പിന്നെ കള്ളിന് 1 ലിറ്ററിന് 6-ാമത്തെ ലിറ്റർ വരാൻ നേരത്ത് ആ കള്ളിന് 10 രൂപ 20 രൂപ ആ റേഞ്ചിലേക്ക് കുറയും. അങ്ങനെയാണ് പോണം. അപ്പൊ വേറെ കാര്യമുണ്ട്. നമ്മുടെ ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രൗഢം ഫണ്ട് ഇതെല്ലാം വിത്തിൽ നിന്നാണ് ഇവര് പിടിച്ചടക്കുന്നത്. അങ്ങനെ ആകുമ്പോ അതനുസരിച്ചുള്ള വരുമാനം ഉള്ളൂ നമുക്ക്. കുറഞ്ഞ 5 ലിറ്റർ കള്ളെങ്കിലും വളർന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ വല്ലതും കിട്ടത്തുള്ളൂ നമുക്ക്. ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ DA സംവിധാനം വെച്ച് നമുക്ക് ഒരു 5 ലിറ്റർ കള്ളളന്നാൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് കൈ കിട്ടുന്ന ഒരു 454 445 രൂപ ആ റേഞ്ചാണ്. പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ എല്ലാ ദിവസം ജോലിയുണ്ട് നമുക്ക്. 6:30 മണിയിലും പോകാണ്ട് അവരിലേക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാനും പറ്റും.
മറ്റു ചടങ്ങുകളൊന്നും ഇടയ്ക്ക് വരുന്നില്ലെങ്കിൽ സുഖ ജീവിതമാണ്, കുഴപ്പമൊന്നുമില്ല. രണ്ടെണ്ണം അയക്കുന്നവർക്കൊക്കെ ആകുമ്പോ സാമ്പത്തികം കൊണ്ട് നിൽക്കത്തില്ല. ഇപ്പൊ തന്നെ ഒരു അരമണിക്കുന്ന 1,500 രൂപ കഴിയണം എന്നാ പറയുന്നത്. നമുക്ക് അതൊന്നും പറ്റാത്ത കാരണം നമ്മൾ ആ ലെവലിലാണ് പോണത്. ചിലവര് സമയത്ത് എത്താൻ പോകത്തില്ല, ഒരു ദിവസം ചെത്തിയാതിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. ഇതിന് മാത്രം നമ്മൾ എപ്പോഴും ചെത്തിയാവും. പണി ചെയ്ത നിറച്ച് കള്ളുറപ്പാണ്.